യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ കാലമാണല്ലോ ആഗമനകാലം അഥവാ മംഗളവാർത്തക്കാലം. ബൈബിളിൽ ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരുന്നവരുടെ ജീവിതത്തിലൂടെ ഈ ക്രിസ്മസ് ഒരുക്ക കാലത്ത് നമുക്ക് ഒന്ന് യാത്ര ചെയ്യാം. ഉൽപ്പത്തി 1:28 സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ബൈബിളിൽ ദൈവത്തിൻ്റെ ആദ്യ അനുഗ്രഹവും ആശീർവാദവുമാണിത്. എന്നാൽ പിന്നീട് ചരിത്രം പുരോഗമിക്കുമ്പോൾ നിരവധി സ്ത്രീകൾ ഒരു കുഞ്ഞിനു വേണ്ടി കാലങ്ങൾ കാത്തിരിക്കുന്ന കാഴ്ച നാം ബൈബിളിൽ കാണുന്നുണ്ട്. സാറ, റബേക്ക, ഹന്ന, റാഹേൽ, മനോവയുടെ ഭാര്യ, മിഖാൽ, ശൂനേംകാരി സ്ത്രീ എലിസബത്ത് എന്നിവരാണ് ആ സ്ത്രീകൾ. ഇവരുടെ ജീവിതം പഠന വിഷയമാക്കുമ്പോൾ തെളിഞ്ഞു വരുന്ന ചില സത്യങ്ങൾ, ചില പാഠങ്ങൾ നമുക്ക് തലമുറകളിലേക്ക് നീളുന്ന ജീവിത പാഠങ്ങളായി ഈ ക്രിസ്മസ് കാത്തിരിപ്പിൽ മാറ്റാം. ബൈബിളിലെ ഈ സ്ത്രീകളെ ധ്യാനിക്കുമ്പോൾ ദൈവം യഥാർത്ഥത്തിൽ ആരെന്നും ദൈവ സ്വഭാവം എന്തെന്നും ദൈവ തിരുമുൻപിൽ ഞാൻ ആരെന്നും ദൈവം എന്നെ പഠിപ്പിക്കും. അബ്രാഹത്തിനും സാറായ്ക്കും ദൈവത്തിൻ്റെ വാഗ്ദാനമായിരുന്നു ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ സന്താന പരമ്പര. ഉൽപ്പത്തി 15:6 അവൻ കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചു, ആ വിശ്വാസം അവനെ നീതീകരിച്ചു. 25 വർഷങ്ങളോളമുള്ള കാത്തിരിപ്പ്. കടൽ തീരത്തെ മണൽത്തരികൾ പോലെ തങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്ന സന്താന പരമ്പരയെ അകക്കണ്ണുകൊണ്ട് കാണുവാൻ ദൈവം ആ വൃദ്ധ ദമ്പതികളെ ഒരുക്കി. ഒരുക്കത്തിൻ്റെ പൂർണ്ണത എത്തിയപ്പോൾ ദൈവത്തിന് അവർ വൃദ്ധരെങ്കിലും അവരിലൂടെ സന്താന പരമ്പരയുടെ അത്ഭുതം തീർക്കുവാൻ സാധിച്ചു. ഉൽപ്പത്തി 25:21 ഇസഹാക്ക് തൻ്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയും റബേക്ക ഗർഭിണിയാവുകയും ചെയ്തു. ഒരു കുഞ്ഞുണ്ടാകുവാൻ സമയമെടുക്കുന്നത് ഭർത്താവിൻ്റെ വിശുദ്ധീകരണത്തിനു വേണ്ടിയും അതുവഴി അവൻ പ്രാർത്ഥനയിൽ പൂർണ്ണനാകുന്നതിനു വേണ്ടിയും കർത്താവ് എടുക്കുന്ന സമയമായി നാം ഇവിടെ കാണുന്നു. ഇതുതന്നെയാണ് എലിസബത്തിൻ്റെ കാര്യത്തിലും നാം കാണുക. പുരോഹിതനായിരുന്നെങ്കിലും കർത്താവ് പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും ഉന്നതമായ ഒരു തലം എലിസബത്തിൻ്റെ ഭർത്താവ് സഖറിയായിൽ നിന്ന് പ്രതീക്ഷിച്ചു. അത് കാണാതെ വന്നപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സഖറിയായെ മൗനിയാക്കി. യോഹന്നാൻ്റെ വരവ് വരെ അയാളെ കർത്താവ് ഒരുക്കുകയായിരുന്നു. മൗനപ്രാർത്ഥനയിൽ ഒരു കുടുംബം അങ്ങനെ ഒരുക്കപ്പെടുന്നു. റാഹേലിൻ്റെയും യാക്കോബിൻ്റെയും ജീവിതം സാധാരണ മനുഷ്യരെ, പ്രത്യേകിച്ച് ഒരു കുഞ്ഞിനെ കാലങ്ങളായി ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവർക്ക് ആശ്വാസമാണ്. ഉൽപ്പത്തി 30:2 റാഹേൽ യാക്കോബിനോട് പറഞ്ഞു, എനിക്കും മക്കളെ തരിക, അല്ലെങ്കിൽ ഞാൻ മരിക്കും. സഹോദരി ലേയായ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നതിൽ തനിക്ക് ആ ഭാഗ്യം കിട്ടാത്തതിൽ റാഹേൽ അസൂയ ചിത്തയും അസ്വസ്ഥത നിറഞ്ഞവളുമാവുന്നു. വളരെ ബലഹീനയും സാധാരണക്കാരിയുമായ ഒരു റാഹേലിനെയാണ് നാം ഇവിടെ കാണുക. ബലഹീനതയെ ആത്മാവിൽ ബലപ്പെടുത്തുവാൻ കർത്താവ് സമയമെടുക്കുകയാണ്. അതെ, റാഹേൽ പാപികളായ നമുക്കും ഒരു പ്രതീക്ഷയാണ്. ദൈവം തൻ്റെ കൃപാദാനങ്ങൾ പാപികളിലും തീരെ ബലഹീനരിലും വർഷിക്കാൻ തയ്യാറാണെന്ന് സന്താനത്തെ ലഭിച്ച റാഹേലിൻ്റെ ജീവിതം നമ്മെ കാണിക്കുന്നു. സാംസന്റെ പിതാവായ മനോവയും ഭാര്യയും ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരുന്നു. ന്യായാധിപന്മാർ 13 നാം കാണുന്നു, കർത്താവിൻ്റെ സമയമായപ്പോൾ ദൂതൻ വഴി അവർക്ക് സന്ദേശം ലഭിച്ച് അവൾ ഗർഭവതിയാവുന്നു. സംശയിക്കാതെ വിശുദ്ധിയിലായിരിക്കുവാനും ലഹരി പാനീയങ്ങളൊന്നും കുടിക്കാതെ ശുദ്ധിയിൽ ആ കുടുംബം ആയിരിക്കുവാനും
ദൈവം ആഗ്രഹിച്ചു. ദൈവത്തിന് നിന്റെ കുടുംബത്തെപ്പറ്റി അനന്ത പദ്ധതിയുണ്ടെന്നും ദൈവിക നിർദ്ദേശങ്ങൾ പാലിച്ച് അനുസരണത്തിൽ നിന്നാൽ നീ ദൈവമഹത്വം കാണുമെന്നും സാംസന് ജന്മം കൊടുത്ത ആ ദമ്പതികൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ച് വ്യത്യസ്തമായി ബൈബിളിൽ നിലകൊള്ളുന്നവരാണ് മിഖാൽ, ദാവീദ് പ്രണയ ജോഡികൾ. കാരണം മിഖാലിന് സന്തതികൾ ഉണ്ടായതായി ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നില്ല. അത് ശിക്ഷയാണോ, ശാപമാണോ, അനുഗ്രഹം തടസ്സപ്പെട്ട അവസ്ഥയാണോ? ഒന്നുമല്ല. അന്ധൻ്റെ അന്ധതയെപ്പറ്റി യേശു മറുപടി പറഞ്ഞു. യോഹന്നാൻ 9:3. ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. മക്കളില്ലാത്ത ഓരോ ദമ്പതികളും പ്രാർത്ഥനയുടെ ചൈതന്യത്തിൽ ചിന്തിക്കണം, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഞങ്ങളിൽ എങ്ങനെ നിറവേറി ദൈവം മഹത്വം പ്രാപിക്കണം. സഭയുടെ അൽമായ പ്രേക്ഷിതത്വത്തിൽ ആർജവത്തോടെ പങ്കെടുക്കുക, ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് അത്താണിയാവുക, ഈശോയുടെ വചനത്തിന് ഉത്തമ സാക്ഷിയാവുക. ചോദിക്കാം, ഞങ്ങളുടെ വിളിക്കുള്ളിലെ വിളി ഏതാണ്? ദൈവം വെളിപ്പെടുത്തുന്ന സമയം വരുന്നു. അതെ, ക്രിസ്മസ്. ദൈവം നമ്മോട് കൂടെ. ഈ ഭൂമിയിൽ കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന സ്ത്രീ, ഒരു കുഞ്ഞിനായി കാത്തിരിക്കുന്ന സ്ത്രീ, കുഞ്ഞിനെ ലഭിച്ച് മാതൃത്വം അനുഭവിക്കുന്ന സ്ത്രീ, അകാലത്തിൽ കുഞ്ഞ് അകന്നുപോയ സ്ത്രീ. ഓരോ സ്ത്രീയുടെയും പൂർണ്ണത നാം മറിയത്തിലാണ് കണ്ടെത്തുക. മറിയത്തോട് ചോദിച്ചാൽ തൻ്റെ കുഞ്ഞ് അവൾ പറയും തൻ്റെ കുഞ്ഞല്ല എന്ന്, സ്വർഗത്തിൻ്റേതാണെന്ന്. ഒരു ജന്മത്തിൽ തന്നെ സന്താന സൗഭാഗ്യവും ദാരുണമായ സന്താന നഷ്ടവും അകാലത്തിൽ അനിർവചനീയമായി അനുഭവിച്ചവളുടെ പേരാണ് മറിയം. സ്ത്രീ അവളിൽ നിന്ന് പഠിക്കട്ടെ. ഓരോ കുടുംബവും അവളിൽ നിന്ന് പഠിക്കട്ടെ. ക്രിസ്മസിനായി അവശേഷിക്കുന്ന ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും ഭംഗിയോടെ ഒരുങ്ങി ദിവ്യ ശിശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ് ന്യായവും യുക്തവും ഉചിതവും. ദിവ്യ ശിശു ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാമാവും. അതാണ് നമ്മുടെ വിശ്വാസം. പ്രിയമുള്ളവരെ, ദിവ്യ ശിശുവിന് നമുക്കും ഒരുക്കത്തോടെ ജന്മം നൽകാം. അബ്രാഹാം സ്വപ്നം കണ്ടതുപോലെ സ്വപ്നം കണ്ട്, ഇസഹാക്ക് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ച്, മനോവയും സക്കറിയായും ദൈവദൂതനെ അനുസരിച്ചതുപോലെ അനുസരിച്ച്, മറിയം ഒരുങ്ങിയതുപോലെ മൗനത്തിൽ അവനെ ധ്യാനിച്ച്, ദൈവപ്രചോദനങ്ങളെ പൂർണ്ണമായി വിശ്വസിച്ച് അതിനെ അനുസരിച്ച് എളിമയുള്ള ഒരു ഹൃദയമൊരുക്കി കർത്താവിൻ്റെ സമയത്തിനായി ആഗ്രഹിക്കാം, കാത്തിരിക്കാം. ഒരു കുഞ്ഞിക്കാല് കാണുവാൻ തലമുറകളിലേക്ക് അഭിഷേകം നിറയുന്ന ആ രാവിനായി നമുക്ക് കാത്തിരിക്കാം. ഏവർക്കും ഉണ്ണിപ്പിറവിയുടെ പ്രാർത്ഥനാ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി നേർന്നുകൊള്ളുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
മംഗൾ